ഫൈനലിൽ നിന്നും 24ഓളം രാജകുമാരന്മാരാണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നും ഭാരതദേശത്ത് നിന്നും ലോബി രാജാവിനെയും കട്ടപ്പനയിൽ നിന്നും കുട്ടപ്പൻ രാജാവിനെയാണ് ഈ ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മഹാജനങ്ങളെ, ഈ ഫൈനൽ മത്സരം ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജാവിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്താണ് മഹാരാജൻ താമസിച്ചത്? ഞാൻ താമസിച്ചതോ? ഞാൻ അമൃതത്ത് കുടയാൻ പോയതായിരുന്നു. അമൃതത്ത് കുടയാനോ? അമൃതത്ത് കടയാന്നല്ലേ പറയുന്നത്? അമൃതത്ത് കടയാനാണ് ചെന്നത്. പയ്യന്മാരെടുത്തിട്ട് കുടഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അമൃതത്ത് കുടയാൻ പോയതായിരുന്നു. അത് ശരിയാണ്. ഒരു മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ? നമ്മളെ ഒന്ന് പ്രകൃതി സംസാരിക്കാൻ ഇവിടെ ആരുമില്ലേ? അടിയൻ രാജാതിരാജൻ, വീരാതിവീരൻ, ശൂരവീര പരാക്രമി മിഥുൻ ചക്ര മഹാരാജാവ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 1500 രൂപ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, മൈക്ക് കെട്ടി നാട് നിങ്ങളെ പറഞ്ഞു നടക്കും. എടോ, തന്റെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തരും. എന്ന് പറയുന്നല്ല, ഇതുവരായിട്ട് തന്നിട്ടില്ലല്ലോ. തന്നിട്ടില്ലല്ലോ. തന്നിട്ടില്ല. അത് തന്നിട്ടേ ഞാൻ അടങ്ങും. എന്ന് തരും? ഇന്ന് തരും. എങ്ങനെ തരും? എങ്ങനെ തരും? അങ്ങനെ തരും. ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഞാനൊരു മത്സരം നടത്താൻ പോവുകയാണ്. മത്സരം നടത്താൻ പോകും. നിനക്ക് എത്ര രൂപ ഞാൻ തരാനുള്ളത്? 1500 രൂപ. 1500 ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ മത്സരത്തിൽ താൻ ജയിക്കുകയാണെങ്കിൽ തനിക്ക് ഞാൻ 3000 രൂപ തരും. 3000 രൂപ തരും. 3000 രൂപ തരൂ. എന്നാ മത്സരം ആരംഭിക്കാം. എന്ത് മത്സരം നടത്താൻ പോകുന്നത്? സാറ്റ് കളി. ഒളിച്ചു കളി. അത് നല്ല കളി. ഒരു കാര്യം ചെയ്യ്, ഞാൻ എണ്ണിക്കോളാം. താൻ എണ്ണണ്ട, ഞാൻ എണ്ണാം. രാജാവ് എണ്ണാൻ അറിയത്തില്ലല്ലോ. ആര് പറഞ്ഞു എനിക്ക് എണ്ണാൻ അറിയത്തില്ലെന്ന്? അതൊന്നും 1 2 ബാക്കി എണ്ണണോ? വേണ്ട, രാജാവ് തന്നെ എണ്ണിയാൽ മതി. അപ്പൊ പോയി ഒളിച്ചിരിക്കും. ഒളിച്ചിരിക്കാം. ഞാൻ എണ്ണാം. ഓക്കെ, റെഡി അല്ലേ? അവിടെ പോയി നോട്ടിക്കോ. അവിടെ അങ്ങനെ ഒളിച്ചു നോക്കല്ലേ. ശരിക്കും എണ്ണണം. 1 തിരിഞ്ഞു നോക്കല്ലേ. 2 3 4 5 99 100. ഒളിച്ചാലും ഒളിച്ചില്ലാലും എവിടെ പോയി കിടക്കും? എവിടെടാ ഒളിച്ചിരിക്കുന്നേ? എന്റെ പൈസ എവിടെ പോയി? സാരമില്ലേ. ഞങ്ങളുടെ ഒരു പടൻ ഇവിടെ കാണാൻ വന്ന് വിളിക്കുന്ന കണ്ടായിരുന്നു? കണ്ടില്ലേ? എന്റെ പൈസ പോവും, അതുകൊണ്ടാവും. കണ്ടെങ്കിൽ പറ. എന്റെ ഒരു പടൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വിളിക്കുന്നത് കണ്ടായിരുന്നു? കണ്ടില്ല. ആരും കണ്ടില്ല. വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ആരെവിടെ? അടിയൻ. പൈസ പിന്നെ തരാം. 3000 രൂപ തരാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്റെ പൈസ ഇട്. നിനക്ക് തരാനുള്ള 1500 നീ എടുത്തിട്ട് ബാക്കി 1500 ഇട്. പൈസ തന്നേക്കാം. ഒരു പൈസ തന്നേക്കാം, ഞാൻ തരാതിരിക്കത്തില്ല. ഇല്ലല്ലോ. പക്ഷേ രാജഗുരു എവിടെ? ഒരു ഗുരുവും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതിനിടയ്ക്ക് രാജാവിന് ഗുരു വരുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ രാജഗുരു ഇതുവരെയായിട്ടും വന്നിട്ടില്ലെന്ന് പറഞ്ഞ പോലെ രാജഗുരു ഇതെവിടെ പോയി കിടക്കുന്നു? വിളിക്കൂ. കേറി വാങ്ങിഞ്ഞോട്ട്. വന്ദനം രാജീവേ. അങ്ങനെ ഒരാള് രാജാവേ. അങ്ങനെ എന്റെ രാജഗുരു, താങ്കൾ ഇതുവരെ എവിടെയായിരുന്നു? താമസിച്ചത് എവിടെയായിരുന്നു? നമ്മുടെ വീടിന്റെ വാതക്കെ ഞാൻ ഒറ്റക്കാലിൽ തപസ് ചെയ്യായിരുന്നു. ആ സമയത്താണ് നമ്മുടെ വില്ലേജ് ഓഫീസർ അതിൽ അങ്ങ് പോയത്. എന്നിട്ട് ഞാൻ ഈ ഒറ്റക്കാലിൽ നിൽക്കണ കണ്ടപ്പോ പുള്ളിക്ക് ഒരു സംശയം, എന്തോന്ന്? ഞാൻ വികലാംഗനാണോന്ന്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നേരെ പഞ്ചായത്ത് ഓഫീസിൽ പോയി ഒരു പരാതി എഴുതി കൊടുക്ക്, അപ്പൊ വികലാംഗ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പരാതിയായിട്ട് അങ്ങ് ചെന്നവഴെ പുള്ളി ഓടിച്ചു 2 കാലം ഉള്ളവനാണ് ഞാൻ വികലാംഗൻ. ഞാനവനെ തിരിച്ചിങ്ങ് പോന്നു. ഊപ്പാട് ചേട്ടി. അത് ശരി, അതാണ് താമസിച്ചത്. മഹാരാജേ, ഒരാൾ മുഖം കാണിക്കാൻ വേണ്ടി പുറത്തു വന്ന് നിൽപ്പുണ്ട്. എവിടെ? വരാൻ പറയൂ. ഇങ്ങോട്ട് വരൂ. മുഖം കാണിക്കാൻ ഞാൻ എന്താ കണ്ണാടിയോ? എന്തായാലും ആയിക്കോട്ടെ, വാ.
മുഖം കാണിക്കാൻ മുഖം വന്നതാ? കാണിക്കാൻ വന്നതാ. എന്താണ് കാര്യം? പുള്ളിക്കാരൻ ഒന്ന് ഫേഷ്യൽ ചെയ്തായിരുന്നു. എന്ന്? അതിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി മുഖം കാണിക്കാൻ വന്നത്. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമല്ലേ? ഇവർ അയ്യോ പോടണം, പോടണം. ഫേഷ്യൽ ചെയ്തിട്ട് മുഖം കാണിക്കാം. രാജാവേ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എന്താണിത്? എന്റെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് രാജാവിന് അറിയാലോ. അറിയാം. എനിക്കാണെങ്കിൽ പൈസക്കാണെങ്കിൽ ബുദ്ധിമുട്ടും. ആ സമയത്താണ് ഞാൻ ഒരുത്തനോട് ഒരു 500 രൂപ കടം ചോദിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞ് തരത്തില്ലെന്ന്. തരത്തില്ലെന്ന് പറഞ്ഞങ്ങ് മാറിയില്ല. ഒരു പാണ്ടിലോറി വന്നാൽ കയറിപ്പോയി. അങ്ങനെ വേണം. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരുത്തനോട് 450 രൂപ കടം ചോദിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞ് തരത്തില്ല പറഞ്ഞു. തരത്തില്ലെന്ന് പറഞ്ഞില്ല. ഒരു കുതിരവണ്ടി അവനെ മുകളിൽ കൂടെ കയറിപ്പോയി. ശ്ശേ, എന്താ ഇതൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? എനിക്ക് ഒരു 2000 രൂപ കടം വേണം. ഇവനൊരു 1500 രൂപ എനിക്ക് തരാനുണ്ട്. അവന്റെ ഒന്ന് വാങ്ങിച്ചോ. ഞാനോ? അത് തന്നെ പെട്ടുപോയിന്നോ? പെട്ടുപോയി. തന്നേക്കാം. തന്നെ തരാതിരിക്കത്തില്ല. ഇതേ മോളുടെ പരിപാടി തുടങ്ങണ്ടേ? ഇന്ന് മോളുടെ സ്വയംവരമല്ലേ? രാജാക്കന്മാരെ വിളിക്ക്. 24 രാജാക്കന്മാർ മത്സരിച്ചെടുത്തുനിന്ന് 2 രാജാക്കന്മാർ ഗ്രാൻഡ് ഫിനാലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെ, രാജകുമാരന്മാരെ വിളിക്കട്ടെ. അവരെ വിളിച്ചോളൂ. എനിക്ക് നേരത്തെ പോണം. അതെന്താ? എനിക്ക് ഞാൻ 100 മരം ഷോർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ പാലെടുക്കണം. പറയുമ്പോ എല്ലാം പറയുള്ളൂ. പാലാരെടുക്കും? പാലോ? പാൽ ആമ്പിള്ളാരെടുത്തോളും. ചിരട്ടപ്പറ്റി നീ എടുത്താൽ മതി. അവിടെ ഇരുന്നോളൂ. അവിടെ ഇരിക്കോട്ട്. രാജകുമാരന്മാരെ എഴുന്നള്ളട്ടെ. ആസനസ്ഥനായാലും മഹാരാജൻ, റാണി ഇതുവരെ കണ്ടില്ല. അതെ, റാണിയെ ഇതുവരെ കണ്ടില്ലല്ലോ. റാണിയെ വിളിക്കൂ. പ്രമാണമെല്ലാം ബാങ്കിൽ ഇരിക്കുകയല്ലേ? അതേക്കുറിച്ച് സംസാരിക്കാൻ ഇരിക്കുന്നതാണ് ബുദ്ധി. എന്തിനാ രാജൻ വിളിപ്പിച്ചത്? വിളിപ്പിച്ചത് എന്തിനാണെന്നോ? നമ്മുടെ രാജ്യത്തേക്ക് നമ്മളുടെ മകളുടെ സ്വയംവരത്തിലെത്തിയ 2 മഹാവീരന്മാരാണ് ഇരിക്കുന്നത്. അവരിവിടെ വന്നപ്പോൾ അവർക്കൊരു കടുങ്കാപ്പി ഇട്ട് കൊടുക്കാൻ ഉള്ള മര്യാദയെങ്കിലും റാണി കാണിക്കണം. അത് ശരിയാ രാജൻ. എന്താ? അല്ലയോ മഹാരാജൻ, കാപ്പിപ്പൊടിയില്ല, പഞ്ചസാരയാണ് തീരെയില്ല. എന്താ? അല്ലയോ മഹാരാജൻ, കാപ്പിപ്പൊടിയില്ല, പഞ്ചസാരയാണ് തീരെയില്ല. എനിക്കിത് കേക്കണ്ട. ഇതൊന്നുമില്ല. ഞാൻ എവിടുന്ന് ചായ ഇട്ട് കൊടുക്കാനാ? കാപ്പിപ്പൊടിയില്ലേ, പഞ്ചസാരയില്ലേ, അതിനത്തെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൂടെ? കാപ്പിപ്പൊടിയില്ലേ, പഞ്ചസാരയില്ലേ, അതിനത്തെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൂടെ? എന്റെ രാജൻ, നാണമില്ലല്ലോ അയലത്ത് വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറയാൻ. ഞാനെന്തിനു നാണിക്കണം? വാങ്ങിക്കുന്നത് നീയല്ലേ? മഹാരാജൻ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താണത്? കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നായാട്ടിന് പോയ സമയത്ത് കൊണ്ടുവന്ന മാനർച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്തവണ നായാട്ടിന് പോകുമ്പോഴും അതുപോലെ മാനർച്ചി കൊണ്ടുവന്ന് തരണം. കഴിഞ്ഞ ആഴ്ചത്തെ വിലക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുതരാം. പിന്നെ രാജൻ, നല്ലൊരു കാര്യം പറയാനുണ്ട്. എന്താണത്? മോളുടെ എക്സാം അടുത്ത് വരികയാണ്. അവൾ 24 മണിക്കൂറും പഠിത്തമാണ്. അതുകൊണ്ട് പഠിച്ച് മോളുടെ കണ്ണ് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു. സാരമില്ല, റിസൾട്ട് വരുമ്പോൾ താനെ തള്ളിക്കോളും പുറത്തോട്ട്. ഒരു കാര്യം ചെയ്യൂ. മഹാറാണിയുടെ സൗണ്ട് കേട്ടിട്ട് കുയിൽനാദം പോലെ. വേടന്മാർക്ക് മാത്രമേ ഈ കിളികളുടെ സൗണ്ട് നിശ്ചയമുള്ളൂ. അതുകൊണ്ടാണ്. ആരവിടെ? നമ്മുടെ രാജകുമാരിയെ വിളിക്കൂ. രാജകുമാരി മത്സരം ആരംഭിക്കട്ടെ. രാജകുമാരിയെ വിളിക്കൂ. മത്സരം ആരംഭിക്കാം മഹാരാജൻ. മത്സരം ആരംഭിക്കട്ടെ. ഞാൻ കുറെ ചോദ്യങ്ങൾ ആദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് ഉത്തരം പറയുവാണെങ്കിൽ അവരെ തിരഞ്ഞെടുക്കാം. ആയിക്കോട്ടെ. വാൽമീകി രാമായണം വായിച്ചിട്ടുണ്ടോ? അത് വാൽമീകിയോട് ചോദിക്കണം. വാൽമീകിയോട് ചോദിക്കണം. അല്ല ചുമ്മാ ഇവരോട് ചോദിച്ചു ഇവരെങ്ങനെ പറയുന്നേ? ശരിയല്ലേ? അവര് തോന്നിയാസം ചോദിക്കണം. അടുത്ത ചോദ്യം ചോദിക്കും. ഇങ്ങനെയല്ലേ എഴുതിക്കൊണ്ടത്. പോട്ടെ. അടുത്ത ചോദ്യം. ജോബി പാല കുതിരയെ ഓടിക്കാൻ അറിയാമോ? പിന്നെ ഓടിക്കാൻ അറിയാം. ഇന്ന് രാവിലെ ഞാൻ കുതിരയെ ഓടിച്ചതല്ലേ. കൊട്ടാര അങ്കണത്തിൽ ഒരു വെള്ള കുതിര നിൽക്കുന്നു. ഒന്ന് നോക്കിയാൽ ഒരു കരിങ്കിലെടുത്ത് കുതിരയ്ക്ക് കുതിര ഓടിയ ഓട്ടം കാണേണ്ടതല്ലായിരുന്നോ? ഇങ്ങനെയാണെങ്കിൽ കുതിര മാത്രമല്ല കാക്ക ഓടും. അത് ശരിയാ. ഒരു കുഴപ്പമില്ല. മത്സരം ആരംഭിക്കട്ടെ.
ഇനി കടുത്ത മത്സരമാണ്. ആ. ഈ കടുത്ത മത്സരം നടത്തുന്നത് ഏത് മത്സരമാണെന്ന് കുമാരിക്ക് മാത്രമേ അറിയൂ. ഏത് മത്സരമാണ് നടത്തുന്നത്? ഏത്? ഇവരുടെ ഊപ്പാട് വരുന്നത്. പറയൂ. അയ്യോ, നേരിടാൻ തയ്യാറാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങോട്ട് കുമാരി തന്നെ അനൗൺസ് ചെയ്തോളൂ അത് ഏത് മത്സരമാണെന്ന്. കസേര കളി. എനിക്കറിയാം. അപ്പോ റെഡിയാണല്ലോ? ഓക്കെ റെഡി. അപ്പൊ അതിന്റെ റൂൾസും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാലോ. എങ്ങനെ? ഒറ്റയ്ക്ക് വന്നിരിക്കാവുള്ളൂ. കസേര എടുത്തോണ്ട് മാറാൻ പിടിക്കാനൊന്നും പാടില്ല. കറക്റ്റ് ആയിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ഓ മ്യൂസിക്. നിയമവിരുദ്ധമാണ്. പിന്നെ കസേരയെ തുടരുത്. തൊടാതെ നമ്മളെ വന്ന് ഇരിക്കാൻ നിങ്ങൾ ഓടിക്കണം കേട്ടോ. ഓക്കെ. ഒരു കാര്യം ശ്രദ്ധിക്കുക, മാക്സിമം നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കരുത്. ഞാനാണ് ഇരിക്കും. Ready, ready, start, start. പൊടി തൂത്തുകളാ. അതിനാ മര്യാദ. ഇത് പൗളാ കാണിക്കുന്നത്. അല്ല, അങ്ങനെയല്ല രാജാവേ, രാജാവേ, അങ്ങനെയല്ല ചെയ്യണ്ടേ. ഞാനല്ലേ ഇവിടെ ഇരുന്ന്. ഇതൊരു ഫൗളുമില്ല. എന്നാ പൗളില്ലാത്ത? അവൻ ബുദ്ധി പ്രയോഗിച്ചു. എങ്ങനെ? ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഇവന് ബുദ്ധിയുണ്ട്. നീ തിരുമണ്ടനാണ്. കടക്കപ്പുറത്ത് ഇനി ഈ ഭാഗത്ത് കണ്ടേക്കരുത്. ബുദ്ധിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് അദ്ദേഹം ആ കസേര സ്വന്തമാക്കി. എന്റെ മകളെ, ഇദ്ദേഹത്തിന് നാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ ഒരു മകളെ, നിങ്ങളുടെ വിവാഹം നല്ലൊരു മുഹൂർത്തത്തിലോ നല്ലൊരു മുഹൂർത്തത്തിൽ ഞാൻ അടിപൊളിയായിട്ട് നടത്തുന്നതായിരിക്കും. ഓക്കെ, സന്തോഷമായില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.